അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീന ബിറദല്ലാഹി അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറഞ്ഞ ആരെയും ബുദ്ധിമുട്ടിച്ചതല്ല കേട്ടോ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മൗലിദിന്റെ സദസ്സിലിരിക്കുമ്പോൾ നമ്മൾ നല്ല ആക്റ്റീവ് ആകണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് തേന് വാങ്ങാൻ വേണ്ടി ഒരു സ്വഹാബി അയച്ചു. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കേൾവി ശക്തിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നെ അയച്ചത് എന്ന് കേൾക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വല്ലാത്ത കുളിർമയാ. അപ്പൊ കേട്ടിട്ട് കേൾക്കാതെ പോലാക്കി. ആരാ പറഞ്ഞത്? വീണ്ടും പറഞ്ഞു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. വീണ്ടും ചോദിച്ചു ആരാ പറഞ്ഞത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖസീദത്തുൽ ബുർദയുടെ വ്യാഖ്യാനത്തിൽ ഈ സംഭവം കാണാം. അപ്പൊ അത്രത്തോളം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചവരാണ് സ്വഹാബികൾ. ഇത് പറയാൻ പോലും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ സീറോയാണ്, എനിക്കൊരു അർഹതയില്ല. പക്ഷേ എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, അൽഹംദുലില്ലാഹ് ഈ പരിപാടി നമ്മൾ ആദ്യമായിട്ടാണ് ഈ വർഷം സംഘടിപ്പിച്ചു. റബ്ബേ നീ ഇത് സ്വീകരിക്കണേ റബ്ബേ. വല്ലാതെ കണ്ണിനും കരളിനും കുളിർമയാകുന്നുണ്ട് ഇത് കാണുമ്പോൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു ലഹരിയായി മാറണം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മളൊരു മുസ്ലിം ആയതുകൊണ്ടാണോ ഈ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മൗലിദ് ആഘോഷിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളൊരു മുസ്ലിം ആയതുകൊണ്ട് നമ്മളുടെ ഒരു പ്രവാചകനല്ലേ കൊല്ലാക്കൊല്ല ജന്മദിനം ആഘോഷിക്കാണോ? അതൊരു ഔപചാരികതയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ആചാരത്തിന് വേണ്ടിയോ ആണോ? അല്ല. ഈ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വില നമുക്ക് മനസ്സിലായിട്ടില്ല. ആരാണ് നമ്മുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? വെറുതെ ഒരു പേരിന് ഒരു ഗുമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ഇത്. ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം ശരിയായ രീതിയിൽ ആരെങ്കിലും പഠിച്ചാൽ ഏത് സദസ്സിലും ഏത് രാജ്യത്ത് പോയാലും ഏത് കാലത്ത് ജീവിക്കുന്നെങ്കിലും ഞാൻ ആ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണെന്ന് പറയാൻ നമുക്കൊരു അഹങ്കാരം ഉണ്ടാവും. എത്ര നേതാക്കന്മാർ ഈ ലോകത്ത് കഴിഞ്ഞു പോയി, എത്ര പ്രത്യയശാസ്ത്രങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ മുത്ത് റസൂലുള്ളാഹിന്റെ ഒരു അരികത്ത് പോലും ഒരാൾ എത്തിയിട്ടില്ല. ഒരുപാട് പറയാനുണ്ട്, ഞാൻ ചുരുക്കി പറയാം. ഒന്നാമത്തെ തെളിവ് അൽ മിനഹുൽ മക്കിയ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജർ ലൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു ആദരവ് കൊടുക്കാൻ. ഒരു 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങൾ ഈ ലോകത്ത് വന്നു. പക്ഷേ നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത ഒരു തഅലീം, ആ ഒരു റെസ്പെക്ട് ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഇതാരാ പറയുന്നത്? മക്കയിലും മദീനയിലും ദർസ് നടത്തിയ ഖാതിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ലൈതമി അവിടുത്തെ അൽ മിനഹുൽ മക്കിയ ഫീ ശറഹിൽ ഹംസിയ എന്ന ഗ്രന്ഥത്തിന്റെ 93ാമത്തെ പേജിൽ പറയുന്നു, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനും ഹവ്വ ബീവി റളിയല്ലാഹു അൻഹാക്കും 40ഓളം കുട്ടികൾ ഇരട്ട പ്രസവത്തിലൂടെ 20 പ്രാവശ്യമായിട്ട് 40ഓളം കുട്ടികൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശീസ നബി അലൈഹിസ്സലാമിനെ മാത്രം ഒറ്റയായിട്ടാണ് പ്രസവിച്ചത്. അതിന്റെ കാരണം മഹാനവറുകൾ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് ശീസ നബിയുടെ മുതുകിലൂടെയാണ് അല്ലാഹു കൈമാറ്റം ചെയ്യപ്പെട്ടത്. ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് ഹവ്വ ബീവിയുടെ ഉദരത്തിലേക്ക് വന്ന് ആ ഹവ്വ ബീവിയിൽ നിന്ന് ശീസ നബി അലൈഹിസ്സലാമിന്റെ മുതുകിലേക്ക് ആ നൂറ് ഇങ്ങനെ മാറുമ്പോൾ കൂടെ ഒരൊറ്റ കുഞ്ഞു പോലും ഉണ്ടാകാൻ പാടില്ല. ഒരു ഭ്രൂണം പോലും ആ ഉദരത്തിൽ, ആ ഒരു ഗർഭപാത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. മറ്റു കുട്ടികളെല്ലാം ഇരട്ടയായി ട്വിൻസായി പ്രസവിച്ചപ്പോൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 100 മുതുകിലുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ശീസ നബി അലൈഹി ഇസ്ലാമിനെ മാത്രം ഒറ്റയായിട്ടാണ് പ്രസവിച്ചത്. നോക്കിയേ നിങ്ങൾ, ജനനത്തിന് മുമ്പ് തന്നെ അള്ളാഹു വലിയ ആദരവ് കൊടുത്തു. ഇനി നമ്മൾ ഒരുപാട് നേതാക്കന്മാരുടെ ലിസ്റ്റ് ഒന്നും ഞാൻ വായിക്കുന്നില്ല. എത്രയോ പ്രത്യയശാസ്ത്രങ്ങൾ, എത്രയോ സിദ്ധാന്തങ്ങൾ, എത്രയോ സംഘടനകൾ ഈ ലോകത്തുണ്ട്. പക്ഷെ നമ്മുടെ മുത്ത് റസൂലുള്ളാഹ് അതൊരു വികാരമായി മാറണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട യഹ്യൽ മുഖരി അൾജീരിയൻ പണ്ഡിതനാണ്, ഹിജറ 600-ൽ ജീവിച്ച മഹാനാണ്. ആ മഹാനവറുകൾ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ആ കിതാബിന്റെ പേരെന്താന്ന് കേട്ടാൽ ഒരു പക്ഷേ നമ്മൾ ഞെട്ടിപ്പോകും. ഫത്ഹുൽ മുതആലി ഫീ മദ്ഹിൻ ആലി. 2 വാള്യങ്ങളിലായി 600-ലേറെ പേജ്. എന്താ പേജിൽ ഉൾക്കൊള്ളുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണോ? അല്ല. ചരിത്രമാണോ? അല്ല. ഈമാൻ കാര്യം, ഇസ്ലാം കാര്യമാണോ? അല്ല. നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ച ചെരുപ്പിന്റെ മഹത്വം പറയാൻ വേണ്ടി മാത്രം 600-ലേറെ പേജുള്ള ഒരു കിതാബ് തന്നെ. അതാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേൾക്കുമ്പോഴും അവിടുത്തെ നാമം പറയുമ്പോഴും നമുക്കൊരു ഊർജം വരണം. ഇല്ല, ലോകത്തൊരു നേതാവും അങ്ങനെയില്ല. ആ ജീവിതത്തോട് അടുക്കാൻ ഒരു ജന്മം പോലും ഇനി ആരും ജനിക്കാൻ പോകുന്നില്ല. പിന്നെ ആ മുത്ത് റസൂലുള്ളാഹിനെ കൊണ്ടല്ലാതെ പിന്നെ ആരെ കൊണ്ടാ നമ്മൾ സന്തോഷിക്കേണ്ടത്? ആ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഇനി ലോകത്തേക്കും നമുക്ക് വേണ്ടത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട താരിഖുൽ ഖമീസ് എന്ന ഗ്രന്ഥത്തിൽ ഹിജ്റ 800 ജീവിച്ചു പോയൊരു മഹാനുണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് എന്ന് പറയുന്ന മഹാനവർകൾ അദ്ദിയാർ ബക്കരി മഹാനവർകൾ ഒരു ഗ്രന്ഥത്തിൽ താരിഖുൽ ഖമീസ് എന്ന ഹിസ്റ്ററി പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു സംഭവമുണ്ട്. എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യളാപ്പയായ അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് തബ്ബത് യദാ അബീ ലഹബ് എന്ന് ഖുർആനിൽ ഒരു അധ്യായം തന്നെ അബൂ ലഹബിനെ ശപിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യളാപ്പയാണ്. ആ അബൂ ലഹബ് മരിക്കുന്നത് കാഫിറായിട്ടാണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എന്നിട്ട് പോലും സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. എന്റെ ഈ പരിസരത്ത് ആരുണ്ടെങ്കിലും ആർക്കും എന്റെ വീട്ടിലേക്ക് വരാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാം. സ്വഹീഹുൽ ബുഖാരിയിൽ സ്വഹീഹായ വന്ന സംഭവമാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് സ്വപ്നം കാണുന്നത്. ആരെ? അബൂ ലഹബിനെ. അപ്പൊ അബൂ ലഹബിനോട് ചോദിച്ചു, എന്താണ് അവസ്ഥ? കാഫിറായിട്ടല്ലേ പോയത്? മുഹമ്മദിന് ഒരുപാട് ബുദ്ധിമുട്ടാക്കിയല്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, പക്ഷേ എന്റെ പരലോക ജീവിതം മഹാ കഷ്ടത്തിലാണെങ്കിലും എല്ലാ തിങ്കളാഴ്ചയും എനിക്ക് എന്റെ ഈ ഒരു പെരുവിരലിൽ നിന്ന് വെള്ളം കുടിക്കപ്പെടും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്റെ സഹോദരനായ അബ്ദുള്ളക്ക് ഒരു കുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞപ്പോൾ എന്റെ അടിമയായ സുവൈബയെ സന്തോഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? മോചിപ്പിച്ചു. അതുകൊണ്ട് ആ ഒരു സന്തോഷ പ്രകടനത്തിന്റെ പേരിൽ എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും വെള്ളം കുടിക്കപ്പെടും. ഈ സംഭവം ഉദ്ധരിച്ചിട്ടാണ് മഹാനായ താരിഖുൽ ഖമീസ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദിയാർ ബക്കരി എന്ന മഹാൻ ചോദിക്കുന്നു, കാഫിറായ അബൂ ലഹബ് ഒരു ചെറിയ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ചെറിയ ഒരു സന്ദർഭത്തിൽ മാത്രം ഒരു സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും ഈ കൂലി കിട്ടുമെങ്കിൽ ഒരു മുവഹിദായ മുസ്ലിമായ നമ്മൾ എല്ലാ വർഷവും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചാൽ എത്ര പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്? അതാണ് മഹാനവർകൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് നടത്തുന്നത്. നമുക്കറിയാം, റബീഉൽ അവ്വൽ വന്നാൽ ഒരു വിഭാഗക്കാർ ഇങ്ങനെ ചോദിച്ചു വരും, അത് റസൂലുള്ളാഹി ചെയ്തിനോ, സ്വഹാബികൾ ചെയ്തിനോ, ഹിജ്റ 300 നൂറ്റാണ്ടിന് മുമ്പ് ആരെങ്കിലും ചെയ്തിനോ? ഇങ്ങനെ കുറെ ചോദ്യങ്ങളായിട്ട് വരും, അല്ലെ? എന്നാലോ ഈ റമദാൻ വന്നാൽ ഈ ചോദ്യം ചോദിക്കൂല. കാരണം എന്താ? അങ്ങനെ എല്ലാവരും 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച്. അപ്പൊ ആ ചോദ്യം ഇൻവാലിഡ്. റബീഉൽ അവ്വൽ മാത്രം അങ്ങനെ വരും. ഓക്കെ, ഇനിയോ റമദാനിൽ സുയൂത്തി ഇമാം എന്ന് പറയുന്ന 10-ാം നൂറ്റാണ്ടിലെ മഹാനവറുകളുടെ ഒരു ഹദീസ്, അത് പ്രബലമല്ല, മുഅ്തമദല്ല, അതിനെ ഉദ്ധരിച്ചിട്ട് അവരുടെ മാസികൾ എന്റെ കയ്യിലുണ്ട്. അവർ പറയും തറാവീഹ് 8 ആണെന്ന് സുയൂത്തി ഇമാം പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്ലാമിൽ മുഅ്തമദല്ല, ഷാഫി മസ്ഹബിൽ പ്രബലമല്ല. ആ സുയൂത്തി ഇമാമിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് റമദാനിൽ വരും. പക്ഷെ റബീഉൽ അവ്വൽ ആയാലോ സുയൂത്തി ഇമാം പടിക്ക് പുറത്ത്. കാരണം എന്താ? നബിദിനം ആഘോഷിക്കണമെന്ന് പരസ്യമായി ഫത്വ കൊടുത്തത് സുയൂത്തി ഇമാമാണ്. ഇങ്ങനെയുള്ള വർഗ്ഗക്കാരാണ് നമുക്ക് ചുറ്റുവട്ടം. അതുകൊണ്ട് ശരിയായ രീതിയിൽ പഠിച്ചുകൊണ്ടും പ്രമാണങ്ങൾ അനുസരിച്ച് കൊണ്ടുമാണ് മഹാന്മാരൊക്കെ നമുക്ക് ഒരുപാട് മഹാന്മാർ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ച് മാത്രം മഹാനായ സുയൂത്തി ഇമാം അൽ ഹാവിലിൽ ഫത്താവ എന്ന കിതാബ് രേഖപ്പെടുത്തി വെക്കുകയാണ്, അതിൽ എഴുതി വെക്കുകയാണ്. മഹാനായ ഇമാം ഖസ്തലാനി അൽ മവാഹിബുൽ ലദുനിയ എന്ന കിതാബിൽ മൊത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന് പറയുന്നു. മഹാനായ ഇബ്നു ഹജർ ലൈതമി അൻ-നിഅമത്തുൽ കുബ്ര അലൽ ആലം എന്ന ഗ്രന്ഥം മുഴുവനും പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണമെന്നാണ്. ഇവരൊക്കെ ആരാണ്? ലോകം അറിയപ്പെട്ട മുൻഗാമികളായ മഹാന്മാർ. അപ്പൊ പിന്നെ ചോദ്യം, മക്കയിൽ മദീനത്തില്ലല്ലോ? സ്നേഹമുള്ള ജനങ്ങളെ, എന്റെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ കാണിച്ചു തരാം. ലോകത്ത് അറിയപ്പെട്ട ചരിത്രകാരന്മാർ ഹിജ്റ 500-ലും 400-ലും ജീവിച്ചു പോയ ഇബ്നു ബത്തൂത്ത ലോക സഞ്ചാരിയാണ്. ഇബ്നു ജുബൈർ ലോക സഞ്ചാരിയാണ്. ഇവർ അവരുടെ റിഹില എന്ന് പറയുന്ന അറബി കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ മക്കയിലും മദീനയിലും പോകുമ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന പതിവ് ജനങ്ങളെ ഞാൻ കണ്ടു എന്ന് അവർ എഴുതി വെക്കാണ്. ഇന്നത്തെ ആൾക്കാർ ചെയ്യുന്നുണ്ടോ? അത് നമ്മൾ തെളിവാക്കണ്ട. അപ്പൊ അത്രത്തോളം നമ്മുടെ മഹാന്മാരൊക്കെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ നമ്മളോട് പറഞ്ഞതാണ്. നമ്മുടെ കഴിഞ്ഞ കുട്ടികളുടെ റബീഉൽ അവ്വൽ റാലി നടന്നപ്പോ ഒരു പറ്റം യുവാക്കൾ, എനിക്ക് വല്ലാതെ സന്തോഷമായി, എന്ത് പറയണമെന്ന് വാക്കുകൾ കിട്ടുന്നില്ല. അവരുടെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും പാടാൻ പറ്റിയെങ്കിലും എന്ന് വെച്ചിട്ട് ഞാൻ ഒപ്പരം കൂടാൻ നോക്കി. പക്ഷേ അൽഹംദുലില്ലാ, അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അത് ആഘോഷിക്കാൻ സാധിച്ചു. അന്ന് ദഫ് മുട്ടിയ ചെറുപ്പക്കാരെ കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. മുത്ത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ അവർക്ക് അങ്ങനെ തോന്നിയല്ലോ. അള്ളാഹു നിലനിർത്തട്ടെ. അള്ളാഹു ആ ചെറുപ്പക്കാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അതുപോലെ നമ്മുടെ ഈ പരിപാടിക്കും സജീവമായി രാവും പകലും നമ്മുടെ കൂടെ നമ്മുടെ അബ്ദു, അതുപോലെ സിദ്ദീഖ്, അതുപോലെ തന്നെ അൻസാർച്ച, അതുപോലെ ഒരുപാട് പ്രവർത്തകർ, മമ്മൂച്ച, അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് ചോറ് വെക്കുന്ന ഹുസൈൻച്ച പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവര് വീടിന് കുറ്റിയടിച്ചതായി നമ്മളോട് പങ്കുവച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് നല്ലൊരു വീട് നിർമ്മിച്ചുകൊണ്ട് ആ വീട്ടിൽ കഴിഞ്ഞുകൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് എൻ്റെ സ്റ്റുഡൻസിന്റെ കുറച്ച് ഫാമിലികളാണ് പ്രത്യേകമായി സംഭാവനകൾ ചെയ്തത്. അവര് ബാംഗ്ലൂരിലും മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ള ഫാമിലിയാണ്. അതിൽ ഒരാൾ അനീസ് റഹ്മാൻ എന്ന് പറയുന്ന മലപ്പുറംകാരൻ, അദ്ദേഹം നല്ല രീതിയിൽ ഈ ഒരു പരിപാടിക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ബിസിനസ് പരമായ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ തടസ്സങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അതുപോലെ തന്നെ റൈഹാൻ റീഹാൻ എന്ന് പറയുന്ന 2 കുഞ്ഞുമക്കളുടെ ഉമ്മയും ഉപ്പയും ഈ ഒരു പരിപാടിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു മക്കളെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അതുപോലെ അയാൻ എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ഒരു സ്റ്റുഡന്റിന്റെ ഉമ്മ പ്രത്യേകം ഈ ഒരു മജ്ലിസിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ജീവിതത്തിൽ സന്തോഷവും ഖൈറും ബറക്കത്തും ചൊരിയട്ടെ. അങ്ങനെ തുടങ്ങിയ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാർ, മറ്റു പ്രവർത്തകർ, അവർക്ക് കഴിയുന്ന രീതിയിൽ അവര് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇതിന് സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്, പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. ഈ പരിപാടി കഴിയുന്നത് വരെ നല്ല ഭക്തിയോടുകൂടി നമ്മൾ ഇരിക്കണം. ഇത് എന്റെ വകയായിട്ട് ഞാൻ പറയുകയല്ല. ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബക്കരി അവിടുത്തെ ഇആനത്തു താലിബീനിൽ പറയുന്നുണ്ട്, മാ മിൻ മഹല്ലിൻ വമാ മിൻ മസ്ജിദിൻ വമാ മിൻ ബൈത്തിൻ, ലോകത്ത് ഒരു വീടോ ഒരു പള്ളിയോ ഒരു നാടോ ഒരു ലോകത്തും കഴിഞ്ഞുകൂടുന്നില്ല ഖുരിഅ ഫീഹി മൗലിദുൻ നബി, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് നടക്കുന്ന ഒരു സദസ്സ്, ഏത് പള്ളിയാകട്ടെ ഒരു നാട്ടുപ്രദേശമാകട്ടെ വീടാകട്ടെ, അവിടെ ഇല്ലാ ഹഫത്ത് അൽ മലായികത്തു റഹ്മ, ആ പ്രദേശത്ത് മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുമെന്ന് കിതാബിൽ മഹാന്മാർ പ്രത്യേകം എഴുതി വെച്ചു. കാരണം നമുക്ക് ബുദ്ധയിലൊക്കെ കാണാം, ആമിന ബീബി റളിയല്ലാഹു അൻഹ മുത്തനബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ഈ ലോകത്തേക്ക് ജനനം നൽകുമ്പോൾ അവിടുന്ന് മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകളെല്ലാം പൊതിഞ്ഞ സന്ദർഭം മൻഖൂസ് മൗലിദിലും ഖസീദത്തുൽ ബുർദയിലും നമ്മൾ പാടിയവരാണ്. ആ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമോ അവിടുത്തെ തഅ്ലീം ചെയ്തുകൊണ്ടോ ഏതൊക്കെ മജ്ലിസ് നമ്മൾ സംഘടിപ്പിക്കുന്നോ അവിടെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങും. ഇത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഈ ഒരു ഇൽമു ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മുടെ ഭാഗത്ത് ഒരു അനാദരവ് വന്നു പോകരുത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള തഅ്ലീമാണ്, റെസ്പെക്റ്റ് ആണ്. അപ്പൊ മാടിക്കുത്തി ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ മാടിക്കുത്തി അയച്ചു നിൽക്കുക. നമ്മുടെ ഔറത്ത് വെളിവായി പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഭവവും ഇത്തരം മജ്ലിസുകളിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് വന്നു പോകരുത്. ഒരു ഹറാമും ഈ മജ്ലിസിൽ വന്നു പോകരുത്. ഈ മജ്ലിസ് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന ഒരു മജ്ലിസാണ് എന്ന പൂർണ്ണ ബോധത്തോടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു മജ്ലിസ് അവസാനിക്കുന്നത് വരെ പൂർണ്ണ തഅ്ലീമോട് കൂടി തന്നെ നമ്മൾ ഇരിക്കണം. അവിടത്തോട് തഅ്ലീം കാണിച്ചാൽ പിന്നെ നമ്മൾ ഈ ലോകത്ത് രക്ഷപ്പെട്ടു. അല്ലാഹു ഖബൂലാക്കട്ടെ. അവിടത്തോട് നമ്മൾ മുഖം തിരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അല്ലാഹ് മതി, അല്ലാഹ്നോട് മാത്രമേ അല്ല ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറയുന്നവർ അവർ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, മുഫസ്സിരീങ്ങളാണ് കിതാബിൽ എഴുതി വെച്ചത്. കാരണം ദീനിൽ നിന്ന് തെറിച്ചു പോകുന്നവരുടെ ഒന്നാമത്തെ അടയാളം കിബറാണ്. ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞില്ലേ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ? അല്ലാഹുവാണ് ഓർഡർ ചെയ്തത്. അപ്പം ഇബ്ലീസ് പറഞ്ഞു, ഏയ് ഞാൻ മണ്ണ് കൊണ്ടല്ല തീ കൊണ്ടാ സൃഷ്ടിച്ചത്, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് ഞാൻ സുജൂദ് ചെയ്യാൻ പറ്റൂല, കടക്കട വറുത്തു എന്ന് പറഞ്ഞു. കണ്ടില്ലേ? ഇബ്ലീസ് പറഞ്ഞ എന്താ? അല്ലാഹുവേ നിന്നെ ഞാൻ ആരാധിക്കാം, ഓക്കെ 24 മണിക്കൂർ ആരാധിക്കാം. ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത ഒരു സ്ഥലം ഈ ഭൂമിയിലില്ല. എന്നിട്ട് ആ ഇബ്ലീസിന് എന്താ സംഭവിച്ചത്? അള്ളാഹുവിന്റെ സൃഷ്ടിയായ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു പറഞ്ഞപ്പോ ഏയ് എന്നെ കിട്ടൂല, ഞാൻ നിന്നെ ആരാധിക്കാം, കടക്കട വറുത്തു എന്ന് പറഞ്ഞു. ഉബയ്യ് ഇബ്നു ഖലഫ് മുനാഫിക്ക് നേതാവാ, സഹാബികളെ കുറ്റം പറഞ്ഞു നടന്നു. സഹാബികൾ വന്നിട്ട് പറഞ്ഞു, മുത്ത് റസൂലുള്ളാഹിനോട് പോയിട്ട് നീ മാപ്പ് തേട്, എങ്കിലും നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ഏയ് മുഹമ്മദിന്റെ അടുത്തേക്ക് ഞാൻ പോല, അള്ളാഹിനോട് ചോദിക്കാൻ ഞാൻ റെഡി, മുഹമ്മദിന്റെ അടുത്തേക്ക് ഞാൻ പോല. എന്ത് സംഭവിച്ചു? മുനാഫിക്കായി ചത്തുപോയി. ഇന്നത്തെ കാലത്തും ചില ആൾക്കാർ റസൂലുള്ള ഏയ് നമ്മളില്ല, മൗലിദ് നമ്മളില്ല, മതല്ല നമ്മളില്ല, നമ്മക്കല്ല ഡയറക്റ്റ്. അങ്ങനത്തെ ആർക്കാണ് ലാസ്റ്റ് ദീന് തെറിച്ചു പോകുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാതെ ഒരൊറ്റ വിശ്വാസിയും സ്വർഗത്തിലേക്ക് പോകില്ല. ഡയറക്റ്റ് അള്ളാഹ് അങ്ങനത്തെ സമ്പ്രദായമില്ല. അങ്ങനെങ്കിൽ അള്ളാഹു പ്രവാചകന്മാരെ ദഅവത്തിന് അയക്കേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹ് ഡയറക്റ്റ് വന്ന് ദഅവത്ത് നടത്തിയാൽ പോരെ?
മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലേ, നമ്മൾ ഒരിക്കലും സ്വർഗ്ഗത്തിലേക്ക് പോകില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധ ഖുർആൻ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമ്മൾ മുഖം തിരിച്ചു. അവിടുത്തെ പുകഴ് പാടാൻ നമ്മളില്ല, അവിടുത്തെ മൗലിദിന് നമ്മളില്ല, എങ്കിൽ പിന്നെ അള്ളാഹു അവരെ പുറത്താക്കി, പിന്നെ അവർക്ക് രക്ഷയില്ല. ഞാൻ നിർത്തുകയാണ്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. ചെറിയൊരു സംഭവം നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്താണ്. മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു. ആ കഅബ് ഇബ്നു സുഹൈർ ആരായിരുന്നു? മക്കയിൽ അറിയപ്പെട്ട പോയം റൈറ്റർ ആണ്, കവിയാണ്. അപ്പൊ പഴയ കാലത്തെ കവിതയൊക്കെ നിങ്ങൾക്കറിയാം, വളരെ ബാഡാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു അന്യ സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ട്, അവരുടെ ശരീരഘടനയൊക്കെ വർണ്ണിച്ചുകൊണ്ട് പക്ക ചീത്തയായ, അല്ലെങ്കിൽ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കവിതകൾ എഴുതുന്ന ആളാണ് കഅബ് ഇബ്നു സുഹൈർ. ആ കഅബ് ഇബ്നു സുഹൈർ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കിയിട്ട് കവിത എഴുതി. ശരിക്കും കേൾക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കിയിട്ട് കവിത എഴുതി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ ക്ഷമിച്ചു, കുറെ വാണിംഗ് ചെയ്തു. അവസാനം പറഞ്ഞു, മൻ ലഖിയ അഹദു മിൻകും കഅബ് ഇബ്നു സുഹൈർ ഫൽയഖ്തു. ഇനി പിടിച്ചിക്കാൻ പറ്റൂല. കഅബ് ഇബ്നു സുഹൈർ എന്നെ പറ്റി മോശമായി കവിത എഴുതുന്നുണ്ടെങ്കിൽ, ഇനിയും ചെയ്യുന്നുണ്ടെങ്കിൽ ഓനെ നിങ്ങൾ തീർക്കണം, ഇനി ഓനെ വെച്ച് ഉറപ്പിക്കരുത്. അവസാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ സഹാബികളൊക്കെ വാളും പിടിച്ച് ഇറങ്ങി. അവസാനം കഅബ് ഇബ്നു സുഹൈറിനെ മനസ്സിലായി, ഇനി ഞാൻ എന്താക്കൂല, രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ വന്നു ഇലാ ഹദറത്ത് റസൂലില്ലാഹ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ നിങ്ങളെ വിശ്വസിച്ചു കഴിഞ്ഞു, എനിക്ക് മാപ്പ് തരണം. നിങ്ങൾ മാപ്പ് തരാണെങ്കിൽ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരാം. കാരുണ്യത്തിന്റെ കടലായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓക്കേ മോനു, നീ ഇസ്ലാം സ്വീകരിച്ചല്ലോ, അൽഹംദുലില്ലാ, നിനക്ക് ഞാൻ മാപ്പ് തന്നു. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു അപ്പം അങ്ങോട്ട് പാടി, ഇന്നർ റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. എൻ്റെ മുത്ത് റസൂലുള്ളാഹ് തിളങ്ങുന്ന ഒരു വാളാണ് എന്നൊക്കെ പറഞ്ഞ് മദ്ഹ് ചൊല്ലി പാടിയപ്പോൾ അവിടുന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്ന സ്വന്തം പുതപ്പ് സമ്മാനമായി കൊടുത്തു. ശരിക്കും കേൾക്കണം, ഇത് ആധുനിക കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. അതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ഇതും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നത്. കഅബ് ഇബ്നു സുഹൈറിന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം പുതപ്പ് സമ്മാനമായി കൊടുത്തു, അല്ലെ? ആ സമ്മാനമായി കൊടുത്തപ്പോ കഅബ് ഇബ്നു സുഹൈറിന് വല്ലാത്ത സന്തോഷം. അങ്ങനെ സദസ്സൊക്കെ പിരിഞ്ഞുപോയി. അപ്പൊ മുആവിയ ബിൻ അബി സുഫിയാൻ എന്ന സഹാബി കഅബ് ഇബ്നു സുഹൈറിന്റെ വീട്ടിലേക്ക് വന്നു. ഡോർ മുട്ടി, തുറന്ന്. എന്തിനാ വന്നത്? സോപ്പിടാൻ. എന്ത് സോപ്പ്? മുത്ത് റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് കിട്ടിയ ആ പതിപ്പുണ്ടല്ലോ, അതങ്കേരോ, ഞാൻ 10,000 ദീനാർ തരാന്ന് പറഞ്ഞു. കണ്ടോ, നമുക്കൊരു ഷാറെ മുബാറക്കും വെള്ളത്തിൽ മുക്കിയിട്ട് കൊടുക്കുമ്പോ ഇവിടെ ചർച്ച, മുടി കച്ചവടം, വാണിജ്യം, അതുപോലെ തന്നെ വ്യാജ കച്ചവടം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നോക്കിയേ, ഞാൻ വെറുതെ പറയല്ല, യമനി പണ്ഡിതനായ ബഹ്റഖുൽ ഹദറമി താഹിറുൽ ഖാദിരി അവിടുത്തെ തബറുക്കു സ്വഹാബ ബി ആസാരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ബയാനു ഫദ്ലിഹിൽ അദീം. സ്വഹാബികൾ മുത്ത് റസൂലുള്ളാഹിന്റെ ഷാറെ മുബാറക്കും മറ്റു ആസാറുകളെ കൊണ്ട് ബർക്കത്തെടുത്തതിനെ പറ്റി മാത്രം വിവരിക്കുന്ന ഒരു കിതാബാണ്. അൽ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ കിതാബ് മുഴുവനും വായിച്ചെടുത്തത്. അത്രയും ബൃഹത്തായ ഒരു കിതാബാണ്. ആ കിതാബിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മുആവിയ ബിൻ അബി സുഫിയാൻ എന്ന് ചോദിച്ചു, 10,000 ദീനാർ ഞാൻ തരാം, റസൂലുള്ളാഹി തന്ന ആ സമ്മാനം എനിക്ക് തരുമെന്ന് ചോദിച്ചു. കഅബ് ഇബ്നു സുഹൈർ പറഞ്ഞു, ഞാൻ മുസ്ലിമായ ഉടനെ എനിക്ക് കിട്ടിയ ഒരു സമ്മാനമല്ല, ഞാൻ എങ്ങനെ തരാനാ? മുആവിയ ബിൻ അബി സുഫിയാന് മനസ്സ് വരുന്നില്ല ആ വീട് വിട്ടുപോകാൻ. അങ്ങനെ ക്ഷമിച്ചു. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ഉടനെ വന്നു. അനന്തരാവകാശികളായ വീട്ടിലേക്ക്, കഅബ് ഇബ്നു സുഹൈറിന്റെ അനന്തരാവകാശികളായ കുടുംബക്കാരുടെ വീട്ടിലേക്ക് മുആവിയ ബിൻ അബി സുഫിയാൻ വന്നിട്ട് പറഞ്ഞു, അല്ല, കഅബ് ഇബ്നു സുഹൈറിന് ഒരു പതിപ്പുണ്ടല്ലോ മുത്ത് റസൂലുള്ളാഹിയുടെ, ആ ഉണ്ട്, അതെനിക്ക് തരാം. എന്തിനാ? ഞാൻ 20,000 ദീനാർ തരാം. സുബ്ഹാനല്ലാഹ്, 20,000 ദീനാറിന് വാങ്ങാണ് പതിപ്പ്. എന്തുകൊണ്ട്? ഒറ്റ കാരണം, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിപ്പ്. അങ്ങനെ 20,000 ദീനാറിന് ആ കുടുംബക്കാരിൽ നിന്ന് വാങ്ങാൻ. ഇതാണ് മഹബ്ബത്ത്, ഇതാണ് മഹബ്ബത്ത്. കോഴിക്കോട് മസ്ജിദുൽ ആസാറിൽ മുത്ത് റസൂലുള്ളാഹിന്റെ ഷാർ മുബാറക്ക് മുഖ്യ വെള്ളം കൊടുക്കുന്നുണ്ടോ? നമ്മൾക്ക് എത്ര പൈസയാണോ വേണ്ടത്, അല്ലെങ്കിൽ നമുക്കത് വേണോ? എത്ര പൈസ കൊടുത്താലോ നഷ്ടമല്ല. അതിനെ ചർച്ചയാക്കുന്നവർ ദീനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ റസൂലുള്ളാഹി, അപ്പൊ ഒരു സംശയം, അത് റസൂലുള്ളാഹിന്റെ ഷാർ മുബാറക്ക് അല്ലെങ്കിലോ? അതിന് മറുപടി മഹാനായ മുഗ്നി അൽ മുഹ്താജ് എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട ഖത്തീബ് ശുർബീനി പറയുന്നു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅറ മുബാറക് ആണെന്ന് പറഞ്ഞ് ഒരു ഫാസിഖ്, ഒരു തെമ്മാടി വന്നാൽ പോലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ദീൻ പഠിപ്പിച്ചത്. കാരണം എന്തേ? അതെങ്ങാനും ആയിട്ട് നമ്മുടെ നാവ് കൊണ്ട് എന്തെങ്കിലും മോശം പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ലോകത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ മഹാനായ ഖത്തീബ് ശുർബീനി അവർകൾ അവിടുത്തെ മുഗ്നി അൽ മുഹ്താജ് എന്ന് പറയുന്ന ഫിഖ്ഹി കിതാബിലാണ് ഈ സംഭവം പറയുന്നത്. മഹാനവർകളോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. ഒരു തെമ്മാടിയായ ഒരാൾ, ഒരു ഫാസിഖായ ഒരാൾ ഇത് റസൂലുള്ളാഹിന്റെ ഷഅർ മുബാറക് ആണെന്ന് പറഞ്ഞു വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. അപ്പൊ പറഞ്ഞു, നമുക്കത് ഉറപ്പില്ലെങ്കിൽ പോലും മുത്ത്
റസൂലുള്ളാഹിനുള്ള തഅലീം കൊണ്ട് നമ്മൾ എന്താക്കരുത്, കളവാക്കാൻ പോകരുത്. കാരണം കൻസുൽ ഉമ്മാൽ എന്ന ഹദീസ് കിതാബിൽ കാണാം, മൻ ആദാ ശഅറൻ മിൻ ശഅരി, എന്റെ ഒരു കേശത്തിന്റെ പേരിൽ, എന്റെ ശരീരത്തിലെ ഒരു രോമത്തിന്റെ പേരിൽ ആരെങ്കിലും എന്നെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടാക്കിയാൽ അള്ളാഹു അവനോട് യുദ്ധം ചെയ്യുന്നതാണ്, അവനിക്ക് ഭീമാകാരമായ പ്രയാസം വരുന്നതാണ് എന്ന് ഹദീസിലൂടെ കൻസുൽ ഉമ്മാൽ എന്ന കിതാബിൽ ഇബ്നു ശത്താ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ മുഅ്മിനായ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്താ? സോഷ്യൽ മീഡിയ നോക്കിയാൽ മുഴുവനും ചിലപ്പോ മഹാനായ ഖമറുൽ ഉലമ സുൽത്താനുൽ ഉലമ അല്ലാഹു ദീർഘായുസ്സ് ആഫിയത്ത് കൊടുക്കട്ടെ, അവിടത്തെ എന്തെങ്കിലും രീതിയിൽ വ്യാജ പ്രചരണമായിട്ട് ചാപകുത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. നമ്മൾ അതിൽ വശംബദരായി പോകരുത്. നമ്മൾ മുഅ്മിനീങ്ങളാണ്. മുത്ത റസൂലുള്ളാഹി എന്ന് കേൾക്കുമ്പോൾ പിന്നെ അതിലപ്പുറം നമ്മൾ സംശയിക്കേണ്ട. ഇനി ഉസ്താദ് എന്നെ കുറിച്ച് ഏതെങ്കിലും ഉസ്താദും അല്ലാഹു എടുത്തോട്ടെ, അത് നമ്മൾ നോക്കേണ്ടതില്ല. നമുക്ക് മഹാന്മാർ പഠിപ്പിച്ച റൂട്ട് ഉണ്ട്. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ധപ്പെട്ട എല്ലാത്തിനോടും തഅലീം കാണിക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ട രീതി. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ഈ ഒരു പരിപാടിക്ക് വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ച ഒരുപാട് പ്രവർത്തകരുണ്ട്. അല്ലാഹുവേ, അവരെ നീ റബ്ബായ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. മുത്ത റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ നീ പ്രത്യേകം റഹ്മത്തും ബറക്കത്തും നീ ചൊരിയണേ അല്ലാഹ്. അവരുടെ കുടുംബ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സത്യവിശ്വാസികൾക്കും സഹോദരി സഹോദരന്മാർക്കും അല്ലാഹുവേ, നിന്റെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നൽകാൻ ഭാഗ്യമാക്കണേ അല്ലാഹ്. പരലോകത്ത് മുത്ത റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഉമ്മമാർ ഉപ്പമാർ ഇന്ന് ഖബറിലുള്ള പലരുമുണ്ട് അല്ലാഹ്. അവരെല്ലാം നീ ഞങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.